അർജുൻ, നമ്മുടെ കേരളത്തിൽ ബി.ജെ.പി. ഇപ്പോൾ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു. പക്ഷേ ഈ മാധ്യമങ്ങളെ പൊതുവെ ഇടത് ചായ്വുള്ള മാധ്യമങ്ങൾ എന്ന് തന്നെ പറയാം. ഭൂരിഭാഗം മാധ്യമങ്ങളും ഒരു ഇടത് ചായ്വോടെ പ്രവർത്തിക്കുന്നവരാണ്. ഇവർ എപ്പോഴും ബി.ജെ.പിയെ ഇപ്പോൾ കടന്നു കയറി അങ്ങ് ആക്രമിക്കുകയാണ്. മുൻപിൻ നോക്കാതെയാണ് ആക്രമണം. ഇപ്പോൾ ബി.ജെ.പിയുടെ പല പ്രവർത്തനങ്ങളെയും, അതായത് ന്യൂനപക്ഷങ്ങൾ ബി.ജെ.പിയുമായി സഹകരിക്കുമ്പോൾ അതിനെ ഇരിക്കുമ്പോൾ അത് ഹിന്ദു വർഗീയതയും, ന്യൂനപക്ഷവുമായി സഹകരിക്കുമ്പോൾ അതിനെയും വർഗീയതയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ മാധ്യമങ്ങൾ. അതൊരു വശത്ത്. പിന്നൊന്ന്, സംസ്ഥാന പുതിയ കമ്മിറ്റി ഭാരവാഹികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി. വളരെ ശക്തമായി മുന്നേറുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താഴെത്തട്ടിൽ നിന്ന് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് വളരെ ശക്തമായി മുന്നോട്ട് പോകും. അപ്പോ അടുത്ത ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കേരളത്തിലെ ഇടതു മാധ്യമങ്ങൾ. അതായത് ചെലവ് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ ഡാറ്റകളൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങളുടെ ഡാറ്റയെല്ലാം ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? രാജീവ് ചന്ദ്രശേഖർ എന്തെങ്കിലും പ്രതികരിച്ചു? ഇതാണ് ഡാറ്റ. ആ രേഖ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ആ രേഖ. നമ്മുടെ അലക്സ് ആണ് പുറത്തുവിട്ടുള്ളത്. അലക്സ് റാമോ നമ്മുടെ സുഹൃത്താണ്. അപ്പം അലക്സിനോട് ഡാറ്റ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലക്സ് ഇങ്ങനെ കാണിക്കും. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില അധികാരങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പടച്ചുവിടുന്ന വാർത്തകളാണ്. അതായത് ബി.ജെ.പിക്കുള്ളിൽ നിന്നോ? അല്ല, ബി.ജെ.പിക്കുള്ളിൽ നിന്നല്ല, ബി.ജെ.പിയെ തുരത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടാവല്ലോ. അങ്ങനെയുള്ളവര് ബി.ജെ.പിക്കുള്ളിൽ നിന്ന് ഇത്തരം വാർത്ത ഒന്നും പുറത്തു കിട്ടാനുള്ള സാധ്യതയില്ല. അതിപ്പം ഇപ്പം സെൻട്രൽ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഭാഗത്ത് പിന്നെ ഊഹാപോഹങ്ങളാണ് ഇതിനകത്ത്. ചേച്ചി, ഞാനൊരു 15 വർഷമായി മാധ്യമം, ചേച്ചി അതിൽ കൂടുതലായി. എന്തായാലും ചേച്ചി ഒരുപാട് സാറ്റലൈറ്റ് മാധ്യമങ്ങളുടെ ഡെസ്കിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാനും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അവിടുത്തെ ചാനൽ ഡെസ്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 80% മുകളിലും ഇടതുപക്ഷ അനുഭാവികളായിരിക്കും ഡെസ്കിലുണ്ടാവുക, അല്ലേ? ചേച്ചി വർക്ക് ചെയ്തിട്ടുള്ള ചാനലുകളിലെല്ലാം 80%. ഞാൻ വർക്ക് ചെയ്ത ചാനലിനകത്ത് 80% ഉള്ളത് പൊടിക്ക് പോലും ഒരു ബി.ജെ.പി. അനുഭാവി ഇല്ലാത്ത, ബി.ജെ.പി. പൊളിറ്റിക്സ് അറിയുന്നവരില്ലാത്ത, ബി.ജെ.പിന്റെ എന്താണ് ചുമതല, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണോ, സംസ്ഥാന സെക്രട്ടറി ആണോ, അല്ലെങ്കിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണോ, ഏറ്റവും മുതിർന്ന പൊസിഷൻ പോലും അറിയത്തില്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പം ഇത്തരം ആളുകളാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഏഷ്യാനെറ്റ് നോക്കിയാലും, മനോരമ നോക്കിയാലും, മാതൃഭൂമി നോക്കിയാലും, ന്യൂസ് 18 നോക്കിക്കഴിഞ്ഞാലും, ഈ പറയുന്ന 24 നോക്കിയാലും, റിപ്പോർട്ടർ പിന്നെ നോക്കണ്ട, അതിനകത്ത് ഒരു 99% ഈ പറയുന്ന മാധ്യമ സഖാക്കളാണ്. വേണമെങ്കിൽ നമുക്ക് പുതിയ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അന്തംകമ്പികൾ എന്ന് പറയാം. അന്തംകമ്പി ജേർണലിസ്റ്റുകളാണ്. അവരെയാണ് ഈ മാപ്പറകൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അത്തരം ആളുകൾ ഭൂരിപക്ഷമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കരുത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലുത്. അതിനെ ബി.ജെ.പിയോ സംഘപരിവാരോ അതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ കേരളത്തിലെ RSSO അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളോ ഇത്തരം മാധ്യമങ്ങളുടെ ഒരു ലാളനയും ഇല്ലാതെ വളർന്നു വന്നിട്ടുള്ള സംഘടനകളാണ്. ഇന്ത്യയിൽ തന്നെ, ഭാരതത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംഘശാഖകൾ ഉള്ളതിനകത്ത് 2ാം സ്ഥാനത്താണെന്ന് എനിക്ക് തോന്നുന്നു കേരളം ഉള്ളത്. അപ്പം അത് പിണറായി വിജയൻ പോലും ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തുള്ള അഭിമുഖത്തിനകത്ത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഭാരതത്തിന്റെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കുന്ന സംഘപ്രചാരകന്മാരുടെ ഏറ്റവും പ്രധാനികളെല്ലാം തന്നെ കേരളത്തിൽ നിന്ന് പെട്ടുള്ള മലയാളികളായിട്ടുള്ള ആളുകൾ കൂടിയാണ്. അത് പിണറായി വിജയൻ ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത്തരം ആളുകളൊന്നും തന്നെ ഈ മാധ്യമങ്ങളുടെ ലാളന ഏറ്റിട്ടല്ല വളർന്നിട്ടുള്ളത്. മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ളത് ഈ പറയുന്ന സംഘപരിവാർ സംഘടനകളെയാണ്. ഇതിനകത്ത് ഹനുമാൻ സേന എന്ത് ചെയ്താലും ശരി, ഈ കാവിക്കൊടിയുള്ള ഏത് സംഘടനകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലും അത് ഈ സംഘപരിവാറും RSSുമാണ് ചെയ്തത്. ഹനുമാൻ സേന RSSന്റെ സംഘടനയാണ് അല്ലെങ്കിൽ പോഷക സംഘടനയാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്മൃതി പരുത്തിക്കാടിനെ പോലത്തെ ആൾക്കാർ ചാനൽ ചർച്ച നയിക്കുന്ന ഘട്ടത്തിൽ ഇതിൽ കൂടുതൽ മലയാളികൾ, സംഘപരിവാർ പ്രവർത്തകർ അല്ലെങ്കിൽ ബി.ജെ.പി. അനുഭാവികൾ ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ആമുഖമായിട്ടുള്ള ഒരു വസ്തുത പറയും. ഈ ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് ഈ ന്യൂനപക്ഷത്തിന് വേണ്ടി മാത്രമായി അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമായി കോട്ടയത്ത് ബി.ജെ.പി. യോഗം ചേർന്നു എന്നുള്ള ഇവരുടെ ഏറ്റവും പുതിയ കണ്ടെത്തൽ. ബി.ജെ.പി. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഇത്തരത്തിൽ മുസ്ലിങ്ങളെ മാത്രമോ അല്ലെങ്കിൽ പറയുന്ന ക്രിസ്ത്യാനികളെ മാത്രമോ അല്ലെങ്കിൽ പറയുന്ന ഹിന്ദുക്കളെ മാത്രമോ അല്ലെങ്കിൽ ഹിന്ദുവിൽ നായരെ മാത്രമോ അല്ലെങ്കിൽ ഈഴവരെ മാത്രമോ അല്ലെങ്കിൽ വിശ്വകർമ്മക്കളെ മാത്രമോ അങ്ങനെ പ്രത്യേകിച്ച് യോഗം ചേർക്കുന്ന ഒരു സംഘടനയല്ല ബി.ജെ.പി. എന്നുള്ളത്. ബി.ജെ.പിക്കുള്ളിൽ ഇന്ന് കേരളത്തിൽ മുസ്ലിം ലീഗിനകത്തുള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിം സമൂഹമുള്ള പാർട്ടിയാണ് ബി.ജെ.പി. എന്ന് പറയുന്നത്. ബി.ജെ.പിന്റെ മെമ്പർഷിപ്പ് നമുക്കറിയാലോ, അത്രയേറെ മെമ്പർഷിപ്പ് ഉള്ള ഒരു പാർട്ടിയാണ്. ഇന്ന് മുസ്ലിം ലീഗിനാണ് ഉള്ളതിനേക്കാൾ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണയുള്ളതും മുസ്ലിം ഭൂരിപക്ഷ സ്റ്റേറ്റുകൾ ഭരിക്കുന്നതുമായിട്ടുള്ള, ക്രിസ്ത്യൻ ഭൂരിപക്ഷ സ്റ്റേറ്റുകൾ ഭരിക്കുന്നതുമായിട്ടുള്ള പാർട്ടിയാണ് ബി.ജെ.പി. അപ്പം ഈ ഒരു ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ല.
സാധാരണ നിലയിലായിട്ട് ഈ പറയുന്ന ഓരോ പ്രദേശത്തെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സുകുമാരൻ നായരെ പോയി കണ്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനിയിപ്പം നായർ സമുദായം നേരിടുന്ന പ്രശ്നം പഠിക്കാൻ വേണ്ടിയിട്ട് കാന്തപുരം തങ്ങളെ പോയി കണ്ടിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം എവിടെ നിന്നാണോ അതിന്റെ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് BJPക്ക്. കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ നൽകിയ ഒരു അഭിമുഖത്തിനകത്ത് പറഞ്ഞുള്ളൂ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി BJPയുമായി അടുത്ത് വരുന്നുണ്ട്, തൃശ്ശൂരിൽ ഉൾപ്പെടെ അതിനുള്ള സ്വാധീനം നമുക്ക് ലഭിച്ചു എന്ന നിലയിൽ പറയുന്നത്. അത് തുറന്നു പറയുന്ന സത്യം തന്നെയാണ്. നമ്മുടെയൊക്കെ സൗഹൃദങ്ങളിലുള്ള പണ്ട് കോൺഗ്രസ്സുകാരായി നിന്നിട്ടുള്ള പല സുഹൃത്തുക്കളും, ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന മലയോര ഗ്രാമത്തിൽ നിന്നാണ്. അവിടെ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ളതാണ്. സണ്ണി ജോസഫാണ് അവിടുത്തെ MLA. അപ്പോൾ ആ പറയുന്ന സ്ഥലത്ത് പോലും കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന, KSUവിന്റെ ഭാഗമായി നിന്ന പല ആൾക്കാരും ഇന്ന് ക്രിസംഗി എന്ന വിളിപ്പേര് കേൾക്കുന്നുണ്ട്. കാരണം ക്രിസ്ത്യൻസ് സംഘപരിവാറോ അല്ലെങ്കിൽ BJP സംഘടനകളോ ആയിട്ട് അടുത്ത് വരുന്നത്. അതിനകത്ത് പലപ്പോഴും പല ആൾക്കാർക്കും സംഘപരിവാർ സംഘടനകളുമായിട്ട് മൊത്തത്തിൽ താല്പര്യമില്ലെങ്കിലും മോദിയുടെ ഒരു ഡെവലപ്മെന്റ് വിഷനെ കുറിച്ച് വളരെയധികം കാര്യങ്ങളുള്ളവരാണ്, സ്വാധീനമുള്ളത്. മാത്രമല്ല ഇവിടെയൊക്കെ ഉള്ളവരിൽ ഭൂരിഭാഗം പേരും ഈ യൂറോപ്യൻ കൺട്രീസിലാണ്. അവിടെ മുമ്പ് കാലത്ത് ഈ പറയുന്ന 2014 മുമ്പായി ഭാരതം എന്ന് പറയുമ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോഴും കിട്ടിയിട്ടുള്ള ഒരു പിന്തുണയേക്കാൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഡീസൻസി അവിടെ കിട്ടുന്നു എന്ന നിലയിലേക്ക്, അക്സെപ്റ്റൻസ് കിട്ടുന്നു എന്നുള്ളത് അവർ നേരിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. സീറോയിൽ നിന്ന് അവർ ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് അവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഷ്ട്രീയത്തിന് അതീതമായി അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന് നമുക്ക് ഇവരെ ഇപ്പൊ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ പോയിട്ട് കാര്യമില്ല. വെറും 4 സംസ്ഥാനങ്ങൾ മാത്രം ഭരിക്കുന്ന കോൺഗ്രസ്, കേന്ദ്രത്തിൽ ഭരണമില്ല, കേരളത്തിലും ഭരണമില്ല, 4 സംസ്ഥാനമുള്ളൂ. അതിൻ്റെ അകത്ത് അടുത്ത ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി അതിൻ്റെ അകത്ത് 2 എണ്ണമെങ്കിലും പോവുകയും ചെയ്യും. ബാക്കി കേരളം മാത്രം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഭരിക്കുന്ന, എപ്പം വേണമെങ്കിലും നാഷണൽ പാർട്ടി പദവി പോകാൻ പറ്റുന്ന CPM, പിന്നെ കുറെ റീജിയണൽ പാർട്ടി എന്ന് പറയാൻ പറ്റുന്ന സംസ്ഥാന പാർട്ടികൾ. അതിനകത്ത് BJPയും കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് പോലും കോൺഗ്രസ് ഇല്ലാത്ത നിലയിൽ നിൽക്കുന്നു. അപ്പം ഈ പറയുന്ന CPMന് ഈ കഴുത കരഞ്ഞു തീർക്കും എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. അതുപോലെ ചാനൽ ഡെസ്കിൽ ഇരുന്ന ഈ BJPക്കെതിരെ, സംഘപരിവാർ സംഘടനകൾക്കെതിരെ പരമാവധി വാർത്ത ഉണ്ടാക്കി കേരളത്തിലെ ഈ പറയുന്ന BJPക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളത് അടുക്കുമ്പോൾ ഇവർക്ക് നല്ല ഭയമുണ്ട്. അതെ, തീർച്ചയായിട്ടും ഇവർ ഒരു നരേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. BJP അധികാരത്തിലേക്ക് എത്തിയാൽ, കേന്ദ്രത്തിലെ കേരളത്തിൽ കുറച്ചുകൂടെ മുന്നേറിയാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, ഗോവയിലെ ക്രിസ്ത്യൻ പെർസെന്റേജ് എത്രയുണ്ട്? അത്രയും പെർസെന്റേജ് ഉള്ള പോപ്പുലേഷൻ ഉള്ള ആ സംസ്ഥാനത്ത് BJP എത്ര കാലം ഭരിച്ചു? പരീക്കർ അവിടെ എത്ര തവണ ഭരിച്ചു? അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ എത്ര തവണ ഭരിച്ചു? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു BJPക്ക് ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഇല്ലാതെ എല്ലാ തരം ജനങ്ങളുടെയും അക്സെപ്റ്റൻസ് അവർക്കുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് ഇത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചേച്ചി പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഇന്നലെ വന്നിട്ടുള്ള അലക്സിന്റെ പുറത്തുവിട്ടുള്ള കാര്യമാണ്. ഈ 35 ലക്ഷമായിരുന്നു സുരേന്ദ്രന്റെ കാലത്ത് BJP സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു മാസത്തെ ചെലവ്. അതിപ്പോ 2 കോടിക്ക് മുകളിലായി എന്നുള്ളതാണ്. അതനുസരിച്ച് സാധാരണ രീതിയിൽ നേരത്തെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്ന BJPയുടെ ഒരു ബേസ് നമ്മളൊരു കോൺക്രീറ്റ് ചെയ്ത് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാകുന്ന സമയത്ത് ഒരു ബേസ് തട്ടിക്കൂട്ടി എടുക്കുമല്ലോ, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുമല്ലോ നല്ല രീതിയിൽ. ആ ബേസ് സ്ട്രക്ചർ ആയിരുന്നു സുരേന്ദ്രൻ ചെയ്തത്. 20% എന്ന് പറയുന്ന വോട്ട് പെർസെന്റേജ് കേരളത്തിൽ ഉണ്ടാക്കിയതിനായി പങ്കുവഹിച്ചിട്ടുള്ള സുരേന്ദ്രന് ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. ആ സ്ട്രക്ചറിന്റെ മുകളിലേക്ക് നമുക്ക് ഓരോ നില ഉണ്ടാക്കണമെങ്കിൽ, അതിൽ ഭരണം എന്ന് പറയുന്ന ഓരോ നിലയിലേക്ക് കയറി പോകണമെങ്കിൽ എക്സ്പെൻസ് കൂടുതലാണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. ഇതിനകത്ത് BJP ഇപ്പം കൃത്യമായി ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ്. ടാർഗറ്റ് കൊടുക്കുന്ന കോർപ്പറേറ്റ് മുതലാളിത്ത രീതിയാണെന്നാണ് ഇന്നൊരു മാധ്യമത്തിന്റെ കണ്ടെത്തൽ ഞാൻ ഇന്ന് രാവിലെ വായിച്ചത്. അതിനെതിരെ ഇന്നലെ നടന്ന ഓൺലൈൻ സംസ്ഥാന സമിതിയുടെ അകത്ത് JR പത്മകുമാർ ഉൾപ്പെടെയുള്ളവര് ഈ പറയുന്ന S സുരേഷിനും MT രമേശിനും അല്ലെങ്കിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനും ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്നാണ് ഇന്ന് രാവിലെ ഞാൻ ഒരു മാധ്യമത്തിൽ വായിച്ചത്. സ്വാഭാവികമായിട്ടും ഈ ബൂത്ത് തലത്തിൽ പരിപാടികൾ നടത്തുകയാണ്. ഇപ്പം പറയുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബറിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മണ്ഡല കമ്മിറ്റികളെ സജീവാക്കുകയല്ല വേണ്ടത്, ബൂത്ത് കമ്മിറ്റികളെ സജീവാക്കണം. ബൂത്ത് കമ്മിറ്റികളെ സജീവാക്കണമെങ്കിൽ അവിടെ ബൂത്ത് പ്രസിഡന്റുമാർ സജീവമാകണം, അവിടെ പഞ്ചായത്ത് കമ്മിറ്റികൾ സജീവമാകണം, അവിടെ മണ്ഡല കമ്മിറ്റികൾ സജീവമാകണം. മണ്ഡല കമ്മിറ്റികൾ ഒരു ജില്ലാ കമ്മിറ്റി കീഴിൽ അല്ല, ഒരു ജില്ലാ കമ്മിറ്റി നേരെ ഇപ്പം 2 ജില്ലാ കമ്മിറ്റികളാക്കി മാറ്റി. അങ്ങനെ നിയോജക കമ്മിറ്റി, ഈ കമ്മിറ്റികളെല്ലാം സജീവമാണ്. ഈ കമ്മിറ്റികൾ സജീവമാണെങ്കിൽ അവർ പൂർണ്ണസമയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാറി നിൽക്കണം. അങ്ങനെ പൂർണ്ണസമയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ജോലി കഴിഞ്ഞ് മാറി നിൽക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ കുടുംബത്തിലേക്ക് കൂടെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട്. അവർക്കൊക്കെ ചെറിയ രീതിയിലൊക്കെയുള്ള സാമ്പത്തിക സഹായം BJPയുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യണം. അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു 100 വരെ ചേർത്തുള്ള ഒരു പരിപാടി നടത്തണമെങ്കിൽ പോലും ചായയും
പപ്സും കൊടുക്കാന്ന് വെച്ചാൽ പപ്സ് പോട്ടെ, ചായ പരിപ്പോടെ കൊടുക്കുകയാണെന്ന് ചോദിച്ചാൽ 100 പേരെ ചേർത്തുള്ള പരിപാടിക്കാണെങ്കിൽ പോലും അവിടെ എത്ര രൂപയായി ചെയ്യും? അപ്പം അത്തരം ബേസിക് ആയിട്ട് കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതനുസരിച്ച് എക്സ്പെൻസ് കൂടും. നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ ചെലവ് കൂടുന്നതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ കൂടുന്നുണ്ട്, തീർച്ചയായിട്ടും അങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഇനിയിപ്പം ഈ പറയുന്ന ചെലവുകളെല്ലാം കൂട്ടി പ്രവർത്തനം നടന്നു എന്ന് കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. BJP അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ BJP സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുന്നത് 25% വോട്ട് ഷെയറാണ്. നിലവിൽ 20% വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഒരു 23+ എത്തിക്കഴിഞ്ഞാൽ പോലും ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ ജനങ്ങൾ അക്സെപ്റ്റൻസ് കൊടുത്തു, അത് സക്സസ് ആയി എന്നുള്ളതാണ്. സക്സസ് റേറ്റ് കൂടുകയാണ് ചെയ്തത്. ഈ പറയുന്ന 25% അല്ലെങ്കിൽ 23% ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ BJP കേരളത്തിലെ 4-1 വോട്ടർമാരിൽ ഒരാൾ BJP ആണെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. കേരളത്തിൽ എത്ര പാർട്ടിയുണ്ട് ചേച്ചി? കോൺഗ്രസ്, CPM, BJP 3 പ്രധാനപ്പെട്ട മുന്നണികൾ. അതിനകത്ത് 3-ന്റെ ഒരാള് അല്ലെങ്കിൽ 4-ന്റെ ഒരാള് BJP-കാരനാണെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. BJP-ക്ക് വോട്ട് ചെയ്യുന്ന ആളാണെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പൊ ആ നിലയിലേക്ക് കാര്യങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് ചെലവുണ്ടാവും, സ്ട്രാറ്റജി പ്ലാനുകളുണ്ടാവും, യാത്രകളുണ്ടാവും. എനിക്ക് തോന്നുന്നത്, ഇനി മനസ്സിലാക്കുന്നതനുസരിച്ച് സംസ്ഥാന ഭാരവാഹികൾ ഒരു ദിവസവും അവരുടെ വീട്ടിൽ ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റാത്ത നിലയിലുള്ള ടാർഗറ്റുകളാണ് ഇപ്പൊ അവർക്ക് ഉള്ളത്. ആ നല്ല നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. മുമ്പ് BJP-യിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു വീക്ക്ലി ടാസ്ക് ഇതിന്റെ പരിപാടിയിനകത്ത് പങ്കെടുക്കണം എന്ന നിലയിലുള്ള ടാസ്കുകളുണ്ട്. ആ പരിപാടിയിനകത്ത് പോകും, പ്രസംഗിക്കും, തിരിച്ചു വരുന്ന നിലയിലേക്ക്. പിന്നെ ഒരു സംസ്ഥാന സമിതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്മിറ്റിയോ കോർ കമ്മിറ്റി ചേരുന്ന സമയത്ത് ഇതിന്റെ റിപ്പോർട്ട് വെച്ച് അവതരിപ്പിച്ച് ഇതിന്റെ പരിപാടിക്ക് പോയി ഇത്ര പേർ പങ്കെടുത്തു എന്നുള്ളത്. ആ നിലയിലേക്ക് BJP മാറി. ഇപ്പം BJP എന്ന് പറയുന്നത് മുഴുവൻ സമയ സംഘടന ഭാരവാഹികളായിക്കോട്ടെ, ജില്ലാ ഭാരവാഹികളായിക്കോട്ടെ, മണ്ഡലം ഭാരവാഹികളൊക്കെ അവരൊക്കെ പൂർണ്ണസമയ പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇനിയുള്ളത് ആ കൂടി 1000 ദിവസത്തെ അല്ലെങ്കിൽ 100 ദിവസത്തെ കൗണ്ട് ഡൗൺ വെച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി ഈ തദ്ദേശ ഇലക്ഷന്. അപ്പം ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഈ സമയത്ത് എന്തായാലും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ബഡ്ജറ്റ് എന്തായാലും കൂട്ടിയേ പറ്റൂ. കൂട്ടാതെ വേറെ നിവൃത്തിയൊന്നുമില്ല, കൂട്ടിയേ പറ്റൂ. അതിന് മാധ്യമങ്ങൾ ഇത്ര ചൊറിവുണ്ടിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് അതിനകത്ത് കാര്യം. ചേച്ചി ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന സംസ്ഥാന നേതാക്കൾക്ക്, ജില്ലാ നേതാക്കൾക്കൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞത് വല്ലപ്പോഴും ഉള്ള റിപ്പോർട്ടിംഗ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഡേ ടു ഡേ റിപ്പോർട്ടിംഗ് ആണ്. രാത്രി ഇന്ന് രാവിലെ ശോഭാ സുരേന്ദ്രൻ രാവിലെ ഇവിടെ പോയി, ഉച്ചയ്ക്ക് ഇവിടെ പോയി, വൈകിട്ട് ഏത് പരിപാടിയിൽ പങ്കെടുത്തു, പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടിക്കകത്ത് പങ്കെടുത്തതിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ അന്ന് രാത്രി 10 മണിക്ക് അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് അതിന് BJP കാര്യാലയത്തിന് ചുമതലയുള്ള S. സുരേഷ് ഉൾപ്പെടെയുള്ള അവിടെ ഒരു സംഘടനാ സംവിധാനമുണ്ട്. ആ സംഘടനാ സംവിധാനത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ഓരോ ദിവസം പിറ്റേ ദിവസത്തെ രാവിലെ ആ റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് അവലോകനം ചെയ്തുകൊണ്ട് ഇന്നലെ ആരൊക്കെ എവിടെ പോയില്ല, ആ പരിപാടികൾ ഏത് ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു, അവിടുത്തെ സംഖ്യ എത്രയാണ്, അവിടുത്തെ ആളുകളുടെ പങ്കെടുത്ത സംഖ്യ എത്രയാണ്, ആ സംഖ്യ കുറവാണോ കൂടുതലാണോ, എന്തുകൊണ്ട് കുറഞ്ഞു, അതിനുള്ള വിസ്തീർണം ചോദിക്കുന്ന ഉൾപ്പെടെയുള്ള ആ പരിപാടി പങ്കെടുത്തില്ലെങ്കിൽ അവിടുത്തെ ഭാരവാഹികൾ ഉൾപ്പെടെ നടപടി എടുത്ത് മാറ്റുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത്. ഇന്നലത്തെ ഓൺലൈൻ മീറ്റിങ്ങിനകത്ത് സംഭവിച്ചു എന്ന നിലയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പല സ്ഥലത്തും മണ്ഡലം കമ്മിറ്റികളിലെ പ്രസിഡന്റുമാർ ചില പരിപാടികൾ നടത്തുന്നതിനകത്ത് പിടിപ്പുകേട് ഉണ്ടായിട്ടുണ്ട്. എല്ലാ മണ്ഡലം കമ്മിറ്റികളും ഒരേപോലെ ആയിരിക്കില്ല കേരളത്തില്, എല്ലാ സ്ഥലത്തും ഒരേപോലെ സംഘടന സാധ്യത ഉണ്ടാകും. അപ്പം അത്ര പിടിപ്പുകേട് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ വീഴ്ച ഉണ്ടായിട്ടുള്ള മണ്ഡലം പ്രസിഡന്റുമാരെ മാറ്റി മറ്റ് കഴിവുള്ള ആൾക്കാർ അവിടെ തന്നെ ഉള്ളവരുണ്ടോ എന്നുള്ള പരീക്ഷണം നടത്താൻ വേണ്ടി പോകുക അവിടെ ഈ പറയുന്ന S. സുരേഷും MT രമേശും പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ എന്താ പറയാ, മറ്റേ അഖിലേഷ് യാദവ് നിൽക്കുന്ന പോലെ 10 വർഷം ഞാൻ തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ നാഷണൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞ പോലെയോ, അല്ലെങ്കിൽ സോണിയാഗാന്ധി കഴിഞ്ഞ ഉടനെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഉടനെ മറ്റേ പ്രിയങ്കാന്തി കഴിഞ്ഞ ഉടനെ അവരുടെ മരുമോന്, അത് കഴിഞ്ഞ ഉടനെ അവരുടെ കൊച്ചുമോന് എന്ന് പറഞ്ഞ പോലെ പോകാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. രാഘവട്ടൻ പോയ രാഘവട്ടന്റെ മകൻ ഗണേഷ് പോയ ഗണേഷിന്റെ ഭാര്യയുടെ അച്ഛൻ, അത് കഴിഞ്ഞ് അങ്ങനെ പോകുന്ന പറ്റുന്ന ആ പാർട്ടി അല്ലല്ലോ ഈ പാർട്ടി. ഇവിടെ ഗണേഷ് പോയി കഴിഞ്ഞാൽ ഗണേഷിനേക്കാളും ഗംഭീരമായിട്ട് അപ്പുറത്ത് മറ്റൊരു മനു വരും, അല്ലെങ്കിൽ മറ്റൊരു ജസീർ വരും, അല്ലെങ്കിൽ പറയുന്ന ഒരു സാബുവാൻ വരും, മറ്റാരെങ്കിലും വരും. ആ നിലയാണ് BJP. അതെന്തായാലും പരീക്ഷിക്കണം. അതിനെ ഒരു തെറ്റായ നിലയിൽ മാധ്യമങ്ങൾ കാണുന്നത് അത് മാധ്യമങ്ങളുടെ അസൂയ കൊണ്ട് മാത്രമാണ്, ഭയം കൊണ്ട് മാത്രമാണ്. അങ്ങനെ എന്തെങ്കിലും ഈ പറയുന്ന സംഘടനാ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയിട്ടുള്ള മണ്ഡലം പ്രസിഡന്റുമാരോ ഏതെങ്കിലും തരത്തിലുള്ള ഭാരവാഹികളുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് അവിടെ മറ്റൊരാളെ മാറ്റി സ്ഥാപിക്കുന്നതിനെ ഞാൻ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുകയാണ്. അത് തന്നെയാണ് വേണ്ടത്. അത് തന്നെ ചെയ്തു കഴിഞ്ഞാലേ ഇവിടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ടാർഗറ്റിലേക്ക് എത്തിയതിനു വേണ്ടി അതിന് ആ പറയുന്ന സംഘടനാ പ്രവർത്തന രീതിയെ കോർപ്പറേറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ ആ കോർപ്പറേറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന രീതിയെ ഞാൻ സ്വാഗതം ചെയ്യാം.